ഹലോ, അപ്പോൾ എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുർത്താ സെറ്റാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് കുറേ കുർത്താ സെറ്റിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പക്കാ പാർട്ടി വെയർ ആയിട്ടുള്ള കുർത്താ സെറ്റ് അല്ല ഞാൻ കാണിച്ചിട്ടുള്ളത്. നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം, എന്നാൽ അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഒക്കേഷൻസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതായത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുർത്താ സെറ്റാണ് കാണിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതുമായിരുന്നു കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്കാ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അതായത് ഇതിൽ കുറേ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഓഫീസിലേക്കൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓവർ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പം ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല കേട്ടോ. അത്യാവശ്യം കുറച്ചൊരു റേറ്റ് ഉണ്ട്, ഒരു 1000-ന്റെ അടുത്തൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഈ ഒരു പാർട്ടി വെയർ എന്ന് പറയുന്നത്. 2 പാർട്ടി വെയർ സെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്ന് മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ഒന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കുർത്താ സെറ്റ് എന്ന് പറയുന്നത്. ഒരു ഗ്രീൻ കളറ്, നമുക്കൊരു പക്കാ ഗ്രീൻ അല്ല, ഒരു നല്ല ഒരു അടിപൊളി ഒരു റോയൽ ലുക്ക് കൊടുക്കുന്ന ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഈ ഒരു കുർത്താ സെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വി നെക്കാണ് വരുന്നത് കേട്ടോ. അതിൽ ചെറിയ എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഈ ഒരു ടോപ്പ് ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്, കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഫിറ്റിങ് എനിക്ക് അത്ര നന്നായിട്ട് ഫിറ്റ് ആണെന്ന് തോന്നുന്നില്ല. ചെറുതായിട്ട് ലൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ സ്ലീവിൻ്റെ ഭാഗത്ത് വേറെ വർക്കൊന്നും വരുന്നില്ല. അങ്ങനെ ഒരു ഗോൾഡൻ കളർ ലേസാണ് വെച്ചിട്ടുള്ളത്. ബാക്കിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. അപ്പോൾ ഇതാണ് ടോപ്പ്, ഫസ്റ്റത്തെ ടോപ്പ്. ഇത് മീഡിയമാണ് സൈസ് കേട്ടോ. അപ്പോൾ ഇത് റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ചിലപ്പം കളർ വേറെ ആയിട്ട് തോന്നും, പക്ഷെ അടുത്തുനിന്ന് നല്ലൊരു കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് സിൽക്ക് ബ്ലൻഡ് ആണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പാർട്ടി വെയർ, പക്കാ പാർട്ടി വെയർ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അത്. കുർത്താ സെറ്റാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി, അതുപോലെ സ്റ്റിച്ചിങ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആണ്. അപ്പം റേറ്റ് എന്ന് പറയുന്നത് 1300 സംതിങ് ആണ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. ഇപ്പം എന്താ റേറ്റ് എന്നുള്ളത് അറിയില്ല. അപ്പം നിങ്ങൾ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലിങ്ക് നിങ്ങൾ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് റേറ്റ് ഇപ്പോൾ വരുന്നത് എന്നുള്ളത്. ഫിറ്റിംഗ് എനിക്ക് അത്ര പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. ചെറിയ അൾട്രേഷനൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ലുക്ക് കൊടുക്കുന്ന ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ. പാൻറ് നോർമൽ ടൈപ്പ് ആണ്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ ഒരു എലാസ്റ്റിക് ആണ് വരുന്നത്. ബാക്കിൽ നമ്മൾ ചുരുക്കിട്ടിട്ടുള്ള എലാസ്റ്റിക് ആണ് വരുന്നത്. നമ്മുടെ എല്ലാ പാൻറ്റിനും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. ചെറിയൊരു ഗ്ലേസിങ് ഒക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ അത് പാൻറ്റിൻ്റെ അടിഭാഗത്തായിട്ട് വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. നോർമൽ ആയിട്ടുള്ളൊരു പാൻറ് തന്നെയാണ്. പോക്കറ്റ് ഉണ്ട്, സോറി പോക്കറ്റ് ഇല്ല കേട്ടോ. നോർമൽ പാൻറ് തന്നെയാണ്, പോക്കറ്റ് ഒന്നും വരുന്നില്ല ഇതിന്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഓർഗാൻസ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ഷാളിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതേപോലെ ഇവിടെ അങ്ങനെ ഒരു ഗോൾഡൻ കളറിൽ ഈ ഷോളിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഷാളാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷാളാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിനി അടുത്ത കുർത്താ സെറ്റ് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കുർത്താ സെറ്റ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി ഒരു ഡാർക്ക് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് എംബ്രോയിഡറി പോലത്തെ വർക്ക് തന്നെയാണ് വരുന്നത്. ഈ ഒരു ടോപ്പിലും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വർക്ക് വരുന്നുണ്ട്. ബോഡി പോർഷനിലൊക്കെ വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ സിൽക്കാണ്. ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതും മീഡിയം തന്നെയാണ് സൈസ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതും ചെറുതായിട്ട് ആൾട്രേഷനൊക്കെ ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വേറെ വർക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിന് റേറ്റ് എന്ന് പറയുന്നത് 800 സംതിങ് ആയിരുന്നു ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. ഇപ്പം എന്താണെന്ന് അറിയില്ല, ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 3/4 സ്ലീവാണ് വരുന്നത്. ഇപ്പം മീഷോന്ന് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഡെലിവറി ആയിട്ട് കിട്ടാൻ നമുക്ക് മീഷോയിൽ ഫ്ലിപ്പിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ 2-3 ദിവസം അധികം എടുക്കും. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഇതിൻ്റെ മെറ്റീരിയലും അതുപോലെ ക്വാളിറ്റിയും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ പാൻറ് ഞാൻ കാണിച്ചു തരാം. പ്ലെയിൻ ബ്ലാക്ക് ആയിട്ടുള്ള പാൻറ്റാണ്. ഇതിൽ വേറെ ഒരു വർക്കും വരുന്നില്ല. പക്ക ബ്ലാക്ക് ആയിട്ടുള്ള പാൻറ്റാണ് കേട്ടോ. പാൻറ്റിൽ വേറെ ഒന്നും വരുന്നില്ല. പോക്കറ്റ് ഇതിനും പാൻറ്റിൽ ഇതിന് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഇവിടെ ആയിട്ട് പോക്കറ്റ് ഉണ്ട്, ഒരു പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. ഇതും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാൻറ് തന്നെയാണ്. ഇതിൻ്റെ ഷോളാണ് ഭയങ്കര രസമായിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഷോളിൽ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഈ ഒരു വർക്ക് എംബ്രോയിഡറി പോലത്തെ സിൽക്കൻസിൽ വരുന്ന ഒരു വർക്കാണിത് കേട്ടോ.
ഷാളിൽ ഫുള്ളായിട്ട് അവർ വർക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഫുള്ളായിട്ട് ഒരു വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നൈറ്റിലൊക്കെ ഒരു പാർട്ടിക്ക് ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇതിങ്ങനെ തിളങ്ങി നിൽക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷാള് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു 2 കുർത്ത സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. അതേപോലെ തന്നെ ഈ ഒരു കുർത്ത സെറ്റൊക്കെ ഞാൻ ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ പോരായ്മകളൊക്കെ തോന്നിയിട്ടുണ്ടാവും ഞാൻ ഇട്ട സമയത്ത്. അപ്പോൾ ഞാൻ ഇതൊക്കെ അൾട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അൾട്ടർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പക്കയാണ് കേട്ടോ. കുറച്ച് ഷോൾഡർ കാര്യങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റിയാണ്, ഇതിൻ്റെ ക്വാളിറ്റിയാണ് മെയിനായിട്ട് പറയേണ്ടത്. പിന്നെ അത്യാവശ്യം റേറ്റ് ഉള്ളതും കൂടെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റിയും കൂടെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റ.